ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ നോമ്പ് ദിനങ്ങളുടെ മധ്യയാണ് നാം ഒഴുതിനമായിരിക്കുന്നത്. പ്രാർത്ഥനയുടെയും പാപബോധത്തിൻ്റെയും ആത്മപരിശോധനയുടെയും ദിനങ്ങൾ. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയ ദിനങ്ങളാണ് നോമ്പ് ദിനങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 28 വാക്യം. യേശുക്രിസ്തു നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ലോക ജീവിതയാത്രയിൽ നാം സഞ്ചരിക്കുമ്പോൾ ഭാരമില്ലാതെ നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? കുടുംബജീവിത പശ്ചാത്തലങ്ങളിലും സഭാ മേഖലകളിലും സാമൂഹിക പശ്ചാത്തലങ്ങളിലും നാം സഞ്ചരിക്കുന്നവരാണ്. എപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഭാരങ്ങൾ എന്നുള്ളത്. എപ്പോഴും മനുഷ്യജീവിതങ്ങളെ ഭാരങ്ങൾ വേട്ടയാടുമ്പോൾ ചിലപ്പോൾ അവിടെ യാത്രാമധ്യേ അവർ വീണുപോകാം. എന്നാൽ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് അവയൊക്കെ അതിജീവിച്ച് നയിക്കപ്പെടുന്നവരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ ഭാരപ്പെടുന്നവരാണ് എങ്കിൽ എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരണം. യേശു നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാരങ്ങളൊക്കെ വിട്ട് നിങ്ങൾ കടന്നു വരുവാനല്ല, മറിച്ച് നിങ്ങളുടെ ഭാരങ്ങളുമായിട്ട് എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരിക. നമുക്കറിയാം, ഈ ലോകയാത്രയിൽ നാം ആയിരിക്കുമ്പോൾ അനുദിനം എത്രയോ പ്രിയപ്പെട്ടവർ ഭാരത്താൽ ആ ഭാരം സഹിക്കുവാനായി സാധിക്കാതെ, ആ ഭാരം ചുമക്കുവാനായി സാധിക്കാതെ ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ ശക്തീകരിക്കുന്നവനാണ് യേശുനാഥൻ. യഹൂദ നിയമങ്ങളും പാപബോധവും അന്നത്തെ ജനങ്ങൾ അവയൊക്കെ കൊണ്ട് ക്ഷീണിതരായി തീരുമ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞതായ വാക്കുകളാണ്: നാം ക്ഷീണിതരായിരിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു. രോഗങ്ങളുണ്ടാവാം, വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളുണ്ടാവാം, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അനുഭവങ്ങളുണ്ടാവാം. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനായ യേശുനാഥൻ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുകയും നമുക്ക് ആവശ്യമായ നന്മകളെ യേശുക്രിസ്തു ദാനമായി നൽകുമെന്ന് ഈ വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഭാരം ചുമക്കുന്നവരാണ്. എന്നാൽ ഈ ചുമക്കുന്നതായ ഭാരം ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് നമ്മെ സഹായിക്കുവാനോ നമ്മെ കരുതുവാനോ സാധ്യമാകണമെന്നില്ല. ഇവിടെ യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ട്. ആ ഭാരങ്ങളെ യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് നൽകുവാനായി സാധിക്കണം. അതിലൂടെ ആ ഭാരങ്ങളൊക്കെ മാറി ദൈവിക ആശ്വാസം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും.